നമസ്കാരം. അനേകം പേരുടെ കണ്ണീരൊപ്പാൻ ഇറങ്ങിത്തിരിച്ച ഒരു ഡോക്ടർ ഇന്ന് കണ്ണീരണിയുന്ന ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് നാം കണ്ടത്. പോരായ്മകൾ ചൂണ്ടിക്കാട്ടി സത്യം മാത്രം വിളിച്ചു പറഞ്ഞയാളെ കേരളത്തിന്റെ കപ്പിത്താനടക്കം കുലംകുത്തിയാക്കി. ആരോഗ്യവകുപ്പിന്റെ പ്രതികാര നടപടി നാം പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജീവൻ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടയാളുടെ കണ്ണീരാണ് വീണിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു കാലത്തും മുക്തി നേടില്ല ആരോഗ്യവകുപ്പ്. ജനങ്ങളുടെ ജീവന് സംരക്ഷണം ഒരുക്കിയ ഡോക്ടർക്ക് കവചമായി കേരള സമൂഹമുണ്ട്. ആ ഡോക്ടറുടെ ശബ്ദങ്ങളായി മാറാൻ ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ ഉള്ളത്. ഡോക്ടറുടെ വാമൂടി കെട്ടിയാലും ജനങ്ങൾ അനീതിക്കെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഡോക്ടർ ഹാരിസിനെ ലോകം വാഴ്ത്തിയപ്പോഴും കൊടുക്കാനുള്ള വഴി തേടുകയായിരുന്നു കപ്പലമ്മയും കപ്പിത്താനും. അതിനായി ക്ഷമാപൂർവം അവർ കാത്തു. ഡോക്ടർ ഹാരിസിനെതിരെ എന്തെങ്കിലും ഒരു പരാതി കിട്ടാൻ അവർ തിരങ്ങി പിടിച്ച് നടന്നു. പരാതിപ്പെട്ടികൾ ചികഞ്ഞിറങ്ങി. ഒടുവിൽ 20 ലക്ഷം രൂപയുടെ ഓസിലോസ്കോപ്പ് കാണാനില്ല എന്ന് പറഞ്ഞാണ് ഡോക്ടറെ പൂട്ടാനുള്ള വഴി അവർ കണ്ടെത്തിയത്. MP ഫണ്ടിൽ നിന്നും വാങ്ങിയ 20 ലക്ഷം രൂപ വില വരുന്ന ഓസിലോസ്കോപ്പ് കാണാനില്ല എന്നും ഹാരിസിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ ഒരു മലയാളിയും അത് വിശ്വസിച്ച് കാണില്ല എന്ന് ഉറപ്പാണ്. ഹാരിസിനെതിരെയുള്ള പ്രതികാര നടപടി തന്നെയാണ് ഇതെന്ന് ഉറപ്പുമായി. ശശി തരൂർ MPയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതാണ് ഈ ഉപകരണം. യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കിയെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ആഡംബരം ആവോളമാകാമായിരുന്ന ഡോക്ടർ, അതെല്ലാം വിട്ട് പരിമിതമായ സൗകര്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഡോക്ടർ, അദ്ദേഹത്തെയാണ് ആരോഗ്യമന്ത്രിയും പരിവാരവും കള്ളനാക്കിയത്. ഡോക്ടർ ഹാരിസിനെതിരായ നടപടി സ്വാഭാവികമാണെന്നാണ് മന്ത്രി പറയുന്നത്. അച്ചടക്ക ലംഘനം എടുക്കാതിരിക്കാനാകില്ല എന്നും മന്ത്രി പറയുന്നുണ്ട്. ഇതിനുള്ള മറുപടി പറയാൻ പറ്റാത്ത തരത്തിൽ വികാരാധീനനായാണ് ഡോക്ടർ ഹാരിസ് എന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. തനിക്കൊപ്പം പലയിടങ്ങളിൽ പ്രവർത്തിച്ചവരാണ് അന്വേഷണ സമിതിയിൽ ഉണ്ടായിരുന്നത്. പരാതി എഴുതാനുള്ള പേപ്പർ പോലും പലപ്പോഴും കയ്യിൽ നിന്ന് കാശ് കൊടുത്താണ് വാങ്ങിയിരുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആരോഗ്യവകുപ്പ് കള്ളനാക്കിയപ്പോൾ പക്ഷേ ഹാരിസിനൊപ്പമാണ് സത്യം നിലകൊണ്ടത്. സർക്കാരിന്റെ പൊറാട്ട് നാടകം പൊളിങ്ങി വീണത് ഓസിലോസ്കോപ്പുമായി ബന്ധപ്പെട്ട വ്യക്തമായ അന്വേഷണത്തിനിടെയാണ്. ഓസിലോസ്കോപ്പ് കാണാതായത് 2 വർഷം മുൻപാണെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഡോക്ടർ ഹാരിസ് വകുപ്പ് മേധാവിയായിട്ട് 1 വർഷം പോലും തികഞ്ഞിട്ടില്ല. ഇതോടെ ഡോക്ടർ ഹാരിസിനെതിരായ ആരോഗ്യമന്ത്രിയുടെ വാദം തന്നെ പൊളിഞ്ഞ് പാളീസാവുകയാണ്. യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായെന്ന് ഉപസമിതി കണ്ടെത്തിയെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ല എങ്കിൽ പോലീസ് അന്വേഷണം നടക്കുമെന്ന് പോലും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം നേരത്തെ നടത്തിയ തുറന്നു പറച്ചിലിൽ നിന്ന് ഒരടി പിന്നോട്ട് പോയിട്ടില്ല ഡോക്ടർ ഹാരിസ. ഉപകരണക്ഷാമം ഇല്ല എന്ന കാര്യം കൃത്യസമയത്ത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നുവെന്ന് ഡോക്ടർ മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിനിടെ കഴിഞ്ഞ മാർച്ചിലും ജൂണിലും ഉപകരണം വേണമെന്ന് ആവശ്യപ്പെട്ട മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് അയച്ച കത്തിലെ വിവരങ്ങളും പുറത്തു വന്നു. ഉപകരണക്ഷാമം ഉണ്ട് എന്ന് അറിയിച്ചില്ല എന്ന അധികൃതരുടെ വാദവും ഇതോടെ പൊളിഞ്ഞു. എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയിച്ചിട്ടും വിദഗ്ധ സമിതി എന്ത് റിപ്പോർട്ടാണ് കൊടുത്തതെന്ന് അറിയില്ല എന്നും ഡോക്ടർ ഹാരിസ ചോദിക്കുന്നുണ്ട്. പണമില്ല എന്ന് പറഞ്ഞ് പാവപ്പെട്ട രോഗികളുടെ ജീവൻ പന്താടരുത് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡോക്ടറെ നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ച ആരോഗ്യവകുപ്പ് തകർന്നടിഞ്ഞ സിസ്റ്റത്തെ ശരിയാക്കിയോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്.